ഹരിശ്രീ ഗണപതയേ നമഃ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വൈശാഖം ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു മനുഷ്യന്റെ ആയുസ്സിലെ ഏറ്റവും നിർണായകമായ സന്ധികളിലൊന്നാണ് മധ്യവയസ്സ്. അതുവരെ താണ്ടിയ കല്ലും മുള്ളും നിറഞ്ഞ വഴികൾക്ക് അറുതി വരുത്തിക്കൊണ്ട് ഭാഗ്യത്തിന്റെ പുതിയൊരു പുലരിയിലേക്ക് ചില നക്ഷത്രജാതർ ഈ വരുന്ന ജൂലൈ മാസം മുതൽ ചുവടുവയ്ക്കുകയാണ്. മിഥുനവും കർക്കടകവും തമ്മിൽ ചേരുന്ന ഈയൊരു പുണ്യസന്ധിയിൽ അവരുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യത്തിന്റെ കവാടങ്ങളാണ് തുറക്കപ്പെടുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ അനുഭവിച്ച വേദനകളും മനസ്സിലെ നീറ്റലും വാക്കുകൾക്ക് അപ്പുറമായിരുന്നു. സ്വന്തം വീടിനുള്ളിൽ പോലും ഒരു തരി സമാധാനം കിട്ടാത്ത അവസ്ഥ, ദാമ്പത്യജീവിതത്തിൽ ഒടുങ്ങാത്ത അസ്വാരസ്യങ്ങളും പൊരുത്തക്കേടുകളും ഉറ്റവർക്കിടയിലെ ഭിന്നതകൾ എന്നിവ ഇവരെ മാനസികമായി തളർത്തിക്കളഞ്ഞിരുന്നു. കണ്ണടച്ച് വിശ്വസിച്ചവരെല്ലാം ചതിക്കുന്ന അവസ്ഥയും ചുറ്റുമുള്ളവരുടെ അസൂയ നിറഞ്ഞ നോട്ടവും കണ്ണീറും കാരണം വിചാരിച്ച ഒരു കാര്യവും ലക്ഷ്യത്തിലെത്തിക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നില്ല. പണത്തിന് കടുത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും കടബാധ്യതകൾ തലയ്ക്കുമീതെ വളരുകയും നിത്യനിദാന ചെലവുകൾക്ക് പോലും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരികയും ചെയ്ത ദുരവസ്ഥയിലൂടെയാണ് ഇവർ കടന്നുപോയത്. ഇതിനൊക്കെ പുറമെ മക്കളുടെ പഠനകാര്യത്തിലുള്ള പിന്നാക്കാവസ്ഥയും അവരുടെ വിവാഹം നടക്കാതെ നീണ്ടുപോകുന്നതുകൊണ്ടുള്ള ആകുലതകളും ഇവരെ വേട്ടയാടി. ചിലരുടെ മക്കളുടെ മോശം ശീലങ്ങൾ കാരണം സമൂഹത്തിൽ തലയുയർത്തി നിൽക്കാൻ കഴിയാത്ത അവസ്ഥ പോലും മാതാപിതാക്കളെ കണ്ണീരിലാഴ്ത്തിയിരുന്നു. എന്നാൽ ജ്യോതിഷപ്രകാരമുള്ള ഗ്രഹങ്ങളുടെ അനുകൂല മാറ്റത്തോടെ, പ്രത്യേകിച്ച് വ്യാഴത്തിന്റെ ശുഭദൃഷ്ടിയും ചന്ദ്രന്റെ സാന്നിധ്യവും ചേർന്നുവരുന്ന അതിശ്രേഷ്ഠമായ ഗജകേസരിയോഗത്തിന്റെ പിൻബലത്തോടെ ഇനിയുള്ള നാളുകൾ ഈ 9 നക്ഷത്രക്കാരായ അശ്വതി, രോഹിണി, തിരുവാതിര, ആയില്യം, മകം, അത്തം, ചോതി, പൂരാടം, ഉത്രട്ടാതി എന്നിവർക്ക് വൻ സൗഭാഗ്യങ്ങളുടെയും ധനാഗമനത്തിന്റെയും കാലമാണ്. കഠിനാധ്വാനത്തിനൊടുവിൽ തക്കതായ ഫലം ലഭിക്കാനും മുടങ്ങിപ്പോയ വിവാഹങ്ങൾ ഭംഗിയായി നടക്കാനും വിദേശയാത്രയ്ക്കുള്ള അവസരങ്ങൾ ഒത്തുവരാനും കുട്ടികളുടെ പഠനത്തിലും ഉദ്യോഗത്തിലും വലിയ പുരോഗതി ദൃശ്യമാകാനും പോകുന്നു. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ആ 9 നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ ഫലങ്ങളും അവരുടെ രാശികൂറുകളും യോഗങ്ങളും, എന്തുകൊണ്ട് ഇത്രയും കാലം ഈ യോഗങ്ങൾ ഫലം തന്നില്ല എന്നതിന്റെ കാരണങ്ങളും, ജീവിതം ഇനിയും മെച്ചപ്പെടുത്താനുള്ള പരിഹാരക്രിയകളും പ്രാർത്ഥനകളും നമുക്ക് വിശദമായി പരിശോധിക്കാം. മധ്യവയസ്സ് എന്നത് കേവലം പ്രായത്തിന്റെ ഒരു കണക്കല്ല, മറിച്ച് അനുഭവങ്ങളുടെ പരിപാകതയും കർമ്മഫലങ്ങളുടെ പുനഃക്രമീകരണവും നടക്കുന്ന ഒരു സുവർണ കാലഘട്ടമാണ്. ജ്യോതിഷശാസ്ത്രത്തിലെ അതിപ്രധാന ഗ്രഹമായ വ്യാഴത്തിന്റെ ശുഭസ്ഥിതിയും ജാതകത്തിലെ ലഗ്നാധിപന്റെയും രാശ്യാധിപന്റെയും അനുകൂലമായ സഞ്ചാരവും ഒത്തുചേരുമ്പോഴാണ് ഒരു മനുഷ്യന് തന്റെ കഠിനാധ്വാനത്തിനുള്ള പൂർണ്ണഫലം ലഭിക്കുന്നത്. കഴിഞ്ഞ 10-15 വർഷങ്ങളായി മുകളിൽ പറഞ്ഞ 9 നക്ഷത്രക്കാർ നേരിട്ടത് സമാനതകളില്ലാത്ത പ്രതിസന്ധികളായിരുന്നു. കടം വാങ്ങി വീടുണ്ടാക്കാൻ നോക്കി പണി പകുതിക്ക് മുടങ്ങിപ്പോയവർ, വിശ്വസിച്ച കൂട്ടുകാർ ബിസിനസ്സിൽ വഞ്ചിച്ചതുമൂലം ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയിലായവർ, സ്വന്തം ചോരയിൽ ജനിച്ച മക്കൾ പോലും ശത്രുക്കളെപ്പോലെ പെരുമാറുന്നത് കണ്ട് നെഞ്ചുപൊട്ടി ജീവിച്ച മാതാപിതാക്കൾ എന്നിവരെല്ലാം ഈ കൂട്ടത്തിലുണ്ട്. പലർക്കും ദാമ്പത്യജീവിതത്തിൽ പരസ്പര വിശ്വാസം നഷ്ടപ്പെടുകയും നിസ്സാര കാര്യങ്ങളുടെ പേരിലെന്നും വഴക്കുകളും കോടതി വ്യവഹാരങ്ങളും നേരിടേണ്ടി വരികയും ചെയ്തു. സമൂഹത്തിൽ മാനക്കേടും ഒറ്റപ്പെടലും അനുഭവിച്ച ഇവരെ താങ്ങി നിർത്തിയത് ദൈവവിശ്വാസം മാത്രമാണ്. ഇതിനെല്ലാം കാരണമായി ഭവിച്ചത് ഗ്രഹങ്ങളുടെ ദോഷകരമായ ഗോചരസഞ്ചാരവും മുൻജന്മകൃതമായ കർമ്മദോഷങ്ങളുമായിരുന്നു. ഏഴരശനിയും കണ്ടകശനിയും രാഹുകേതുക്കളുടെ അനിഷ്ടസഞ്ചാരവും ഇവരുടെ ഭാഗ്യവഴികളെ പൂർണ്ണമായും അടച്ചുകളഞ്ഞു. ജാതകത്തിൽ എത്ര വലിയ രാജയോഗങ്ങൾ ഉണ്ടായാലും ഗോചരത്തിൽ ഗ്രഹങ്ങൾ അനുകൂലമല്ലെങ്കിൽ ആ യോഗങ്ങൾ വെറും കരിനിഴലായി അവശേഷിക്കും. എന്നാൽ ഈ വരുന്ന ജൂലൈ മാസം മുതൽ ആകാശക്കൂരിലെ ഗ്രഹങ്ങൾ തങ്ങളുടെ ഭാവങ്ങൾ മാറ്റുകയാണ്. വ്യാഴം തന്റെ ശുഭദൃഷ്ടി വഴി ഈ 9 നക്ഷത്രക്കാരുടെ മേൽ അമൃത് വർഷിക്കുമ്പോൾ ചന്ദ്രന്റെ കേന്ദ്രസ്ഥാനം ഗജകേസരിയോഗത്തിന് വഴിയൊരുക്കുന്നു. സിംഹത്തെപ്പോലെ ധൈര്യവും ആനയെപ്പോലെ ഐശ്വര്യവും തരുന്ന ഈ യോഗം ഉണരുന്നതോടെ ഇവരുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായ വലിയ ധനാഗമനവും കീർത്തിയും വന്നുചേരും. സമ്പത്ത് എന്നത് വെറും പണം മാത്രമല്ല, മറിച്ച് മനസ്സമാധാനവും കുടുംബസുഖവും ആരോഗ്യവുമെല്ലാം ചേർന്നതാണ്. അതുകൊണ്ടുതന്നെ ഈ വരാൻ പോകുന്ന മാറ്റം ഇവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും പോസിറ്റീവായി സ്വാധീനിക്കും. ഈ വലിയ ഭാഗ്യം ലഭിക്കുന്ന 9 നക്ഷത്രക്കാരുടെ ഓരോരുത്തരുടെയും രാശികൂറുകളും ഫലങ്ങളും നമുക്ക് ആഴത്തിൽ നോക്കാം. ഒരു വലിയ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ഒടുവിൽ ആ മഹാഭാഗ്യം തേടിയെത്തുന്നത് മേടക്കൂറിൽപ്പെടുന്ന അശ്വതി നക്ഷത്രക്കാരെയാണ്. മേടരാശിയുടെ പ്രഥമപാദമായി കണക്കാക്കപ്പെടുന്ന അശ്വതിയുടെ അധിപൻ കേതുവാണ്. കഴിഞ്ഞ കാലങ്ങളിൽ കടുത്ത സാമ്പത്തിക ഞെരുക്കവും ദാമ്പത്യ കലഹങ്ങളും കാരണം മനസ്സുമടുത്ത അശ്വതി നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം മുതൽ വ്യാഴത്തിന്റെ അനുകൂലഭാവം ആരംഭിക്കുകയാണ്. ഇതിലൂടെ ഗജകേസരി യോഗത്തിന്റെ പൂർണ്ണഗുണം ഇവർക്ക് ലഭിച്ചു തുടങ്ങും.
അതുവരെ രാഹുവിന്റെയും കേതുവിന്റെയും അനിഷ്ടസ്ഥാനവും ശനിയുടെ ദോഷദൃഷ്ടിയും കാരണമാണ് ജീവിതത്തിൽ വലിയ യോഗങ്ങളുണ്ടായിട്ടും അത് അനുഭവിച്ചറിയാൻ ഇവർക്ക് സാധിക്കാതിരുന്നത്. പൊതുവെ കഠിനാധ്വാനികളും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നവരുമാണ് അശ്വതി നക്ഷത്രക്കാർ. എന്നാൽ കഴിഞ്ഞ കുറച്ചുകാലമായി ഇവരുടെ തീരുമാനങ്ങളെല്ലാം തന്നെ വലിയ തിരിച്ചടികളിലാണ് കലാശിച്ചിരുന്നത്. ബിസിനസ്സിൽ പുതിയ നിക്ഷേപങ്ങൾ ഇറക്കി പണം നഷ്ടപ്പെട്ടവരും, ജോലിസ്ഥലത്ത് മേലുദ്യോഗസ്ഥരുടെ അപ്രീതിക്ക് പാത്രമായി പ്രൊമോഷനുകൾ തടസ്സപ്പെട്ടവരും ഈ നക്ഷത്രക്കാരിൽ നിരവധിയാണ്. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായി നല്ലൊരു വാക്ക് സംസാരിക്കാൻ പോലും സാധിക്കാത്ത വിധം കടുത്ത അകൽച്ചയാണ് അനുഭവിച്ചിരുന്നത്. സ്വന്തം ബന്ധുക്കൾ പോലും ഇവരെ തെറ്റിദ്ധരിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തു. പണത്തിന് കടുത്ത ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ ആശ്വസിപ്പിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം. എന്നാൽ ജൂലൈയിലെ രാശിമാറ്റം ഇവർക്ക് പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങളും വിദേശത്ത് മികച്ച തൊഴിലവസരങ്ങളും നൽകി ജീവിതം മാറ്റിമറിക്കും. ഈ നല്ല കാലത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനായി ഇവർ ദിവസവും രാവിലെ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ഓം നമഃശിവായ മന്ത്രം 108 തവണ ജപിക്കുകയും വേണം. കൂടാതെ പ്രായമായവർക്ക് വസ്ത്രമോ ഭക്ഷണമോ നൽകി അനുഗ്രഹം വാങ്ങുന്നത് ദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമിക്ക് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുന്നതും ഭാഗ്യവർദ്ധനവിന് കാരണമാകും. രണ്ടാമതായി ഇടവക്കൂറിൽ വരുന്ന രോഹിണി നക്ഷത്രക്കാരാണ് ഈ വലിയ മാറ്റത്തിന് സാരഥ്യം വഹിക്കാൻ പോകുന്നത്. രോഹിണി നക്ഷത്രം ഇടവരാശിയിൽ ഉൾപ്പെടുന്നു. ഇതിന്റെ അധിപൻ ചന്ദ്രനാണ്. കുടുംബത്തിലെ തർക്കങ്ങളും മക്കളുടെ തന്നിഷ്ടം കാരണമുള്ള സങ്കടങ്ങളും അനുഭവിച്ചിരുന്ന ഇവർക്ക് ബുധന്റെയും ശുക്രന്റെയും അനുകൂലാവസ്ഥ വലിയ ധനലാഭവും മനസ്സമാധാനവും കൊണ്ടുവരും. മുൻപ് ജന്മശനിയുടെയും അഷ്ടമഹാദോഷങ്ങളുടെയും കടുത്ത സ്വാധീനമുണ്ടായിരുന്നതിനാലാണ് ഇവരുടെ യോഗങ്ങൾ തടസ്സപ്പെട്ടു കിടന്നിരുന്നത്. രോഹിണി നക്ഷത്രക്കാർ സൗന്ദര്യബോധമുള്ളവരും ആർദ്ര മനസ്സുള്ളവരുമാണ്. എന്നാൽ ഇവരുടെ ഈ നന്മയെ മറ്റുള്ളവർ ചൂഷണം ചെയ്യുകയായിരുന്നു. കടം വാങ്ങിയവർ തിരികെ നൽകാതെ ഇവരെ ക്രൂരമായി ചതിച്ചു. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ വലിയ തുക ചിലവഴിക്കേണ്ടി വരികയും എന്നാൽ അതിനനുസരിച്ചുള്ള ഫലം ലഭിക്കാതെ വരികയും ചെയ്തത് ഇവരെ ഏറെ സങ്കടത്തിലാഴ്ത്തിയിരുന്നു. വീടിനകത്തെപ്പോഴും ഒരു അശാന്തി പുകഞ്ഞിരുന്നു. അത് ദാമ്പത്യത്തിലും കരിനിഴൽ വീഴ്ത്തി. എന്നാൽ ജൂലൈ മുതൽ വ്യാഴം നിങ്ങളുടെ ധനഭാവത്തെ ദർശിക്കുന്നതിനാൽ സാമ്പത്തിക സ്രോതസ്സുകൾ പല വഴിക്ക് തുറക്കപ്പെടും. മുൻപ് മുടങ്ങിപ്പോയ പല കാര്യങ്ങളും അതിവേഗം നടപ്പിലാകും. പുതിയ ഭൂമിയോ വീടോ വാങ്ങാനുള്ള യോഗം ഇവർക്ക് കൈവരും. ജീവിതം ധന്യമാക്കാൻ ഇവർ ശ്രീകൃഷ്ണസ്വാമിക്ക് വെണ്ണ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും വേണം. ഒപ്പം പാവപ്പെട്ട കുട്ടികളുടെ പഠനത്തിന് സാമ്പത്തിക സഹായം നൽകുന്നതുവഴി ഗ്രഹപ്പിഴകൾ നീങ്ങുന്നതാണ്. തിങ്കളാഴ്ചകളിൽ ചന്ദ്രപ്രീതിക്കായി ശിവക്ഷേത്രത്തിൽ ക്ഷീരധാര നടത്തുന്നതും വളരെ ഗുണം ചെയ്യും. മൂന്നാമതായി മിഥുനക്കൂറ്റുകാരായ തിരുവാതിര നക്ഷത്രക്കാരുടെ ഊഴമാണ്. തിരുവാതിര നക്ഷത്രം മിഥുനരാശിയിലാണ് വരുന്നത്. ഇതിന്റെ അധിപൻ രാഹുവാണ്. ബിസിനസ്സിലെ തകർച്ചയും ശത്രുക്കളുടെ കണ്ണേറും കാരണം വലഞ്ഞിരുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് ജൂലൈ മുതൽ വ്യാഴത്തിന്റെ 5ാം ഭാവ ദൃഷ്ടിയാൽ വിചാരിക്കാത്ത സ്രോതസ്സുകളിൽ നിന്ന് പണം വന്നുചേരും. കണ്ടകശനിയുടെ ക്രൂരമായ സ്വാധീനമാണ് ഇവരുടെ ഭാഗ്യാനുഭവങ്ങളെ ഇത്രയും കാലം തടഞ്ഞു നിർത്തിയിരുന്നത്. തിരുവാതിര നക്ഷത്രക്കാർ അറിവുള്ളവരും കാര്യപ്രാപ്തിയുള്ളവരുമാണെങ്കിലും ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ കാരണം എപ്പോഴും പരാജയമേറ്റുവാങ്ങേണ്ടി വന്നു. തങ്ങൾ ചെയ്യാത്ത തെറ്റുകളുടെ പേരിൽ സമൂഹത്തിലും ജോലിസ്ഥലത്തും വലിയ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം മക്കളുടെ ഉപരിപഠനത്തിന് ലോൺ എടുക്കാൻ പോലും ഇവർ ഏറെ ബുദ്ധിമുട്ടി. കുടുംബത്തിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ കലഹങ്ങളുണ്ടായി. എന്നാൽ ജൂലൈ മാസം മുതൽ വ്യാഴത്തിന്റെ അമൃതദൃഷ്ടി നിങ്ങളുടെ രാശിയിലേക്ക് പതിക്കുന്നതോടെ ശത്രുക്കൾ നിഷ്പ്രഭരാകും. മുടങ്ങിക്കിടന്ന വലിയ തുകകൾ കൈകളിൽ വന്നുചേരും. പുതിയ ബിസിനസ് ആശയങ്ങൾ വിജയകരമായി നടപ്പിലാക്കാൻ സാധിക്കും. ഇവർ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാജനം കത്തിക്കുകയും ഓം ശം ശനൈശ്ചരായ നമ ജപിക്കുകയും വേണം. അതിനൊപ്പം ദുശീലങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ എടുക്കുകയും വേണം. നാഗദേവതകൾക്ക് കൽവിളക്കിൽ എണ്ണയൊഴിക്കുന്നത് രാഹുദോഷം അകറ്റാൻ ഉത്തമമാണ്. നാലാമത്തെ നക്ഷത്രമായി വലിയൊരു മാറ്റത്തിന്റെ വഴിയിലേക്ക് വന്നെത്തുന്നത് കർക്കടകക്കൂറിലെ ആയില്യം നക്ഷത്രക്കാരാണ്. ആയില്യം നക്ഷത്രം കർക്കടക രാശിയിൽപ്പെടുന്നു. ഇതിന്റെ അധിപൻ ബുധനാണ്. മക്കളുടെ വിവാഹ തടസ്സവും കടുത്ത കുടുംബവഴക്കുകളും കാരണം ഒരുപാട് കണ്ണീരൊഴുക്കിയ ആയില്യം നക്ഷത്രക്കാർക്ക് ഇനി നല്ല നാളുകളാണ്. ഘടകേസരി യോഗത്തിന്റെ സ്വാധീനത്താൽ പുതിയ വീടും വാഹനവും സ്വന്തമാക്കാനുള്ള വലിയൊരു യോഗം ഇവർക്ക് മുന്നിൽ തെളിയുന്നുണ്ട്. വ്യാഴം അനുകൂലമല്ലാത്ത ഭാവത്തിൽ നിന്നതും ജന്മരാശിയുടെ ദോഷങ്ങളും കാരണമാണ് ഇത്രയും കാലം ഇവരുടെ ഭാഗ്യങ്ങൾ ഫലിക്കാതിരുന്നത്. ആയില്യം നക്ഷത്രക്കാർ മൂർച്ചയുള്ള ബുദ്ധിയുള്ളവരാണെങ്കിലും പെട്ടെന്ന് കോപിക്കുന്ന പ്രകൃതക്കാരാണ്. ഇതാണ് പലപ്പോഴും ഇവരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കിയത്.
കഴിഞ്ഞ കാലങ്ങളിൽ സ്വന്തം സുഹൃത്തുക്കളും വിശ്വസ്തരും ഇവരെ സാമ്പത്തികമായി കബളിപ്പിച്ചു. മക്കളുടെ വിവാഹം പലതവണ ആലോചിച്ചെങ്കിലും അവസാന നിമിഷം മുടങ്ങിപ്പോകുന്നത് ഇവരെ മാനസികമായി തളർത്തിയിരുന്നു. കടുത്ത കൺദൃഷ്ടിയും കണ്ണീറും കാരണം ഇവരുടെ സമ്പാദ്യമെല്ലാം രോഗദുരിതങ്ങൾക്കായി ചിലവഴിക്കേണ്ടി വന്നു. എന്നാൽ ജൂലൈ മുതൽ വ്യാഴം 10ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ തൊഴിലിൽ വൻ പുരോഗതിയും വലിയ സാമ്പത്തിക ലാഭവും ഉണ്ടാകും. സമൂഹത്തിൽ അന്തസ്സും വിലയും വർദ്ധിക്കും. ഇവർ സർപ്പദോഷ പരിഹാരത്തിനായി നാഗരാജാവിന് 100 പാലും സമർപ്പിക്കുകയും രാഹുപ്രീതിക്കായി ലളിതാ സഹസ്രനാമം ജപിക്കുകയും വേണം. വീട്ടുപറമ്പിൽ നാഗമരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതും നല്ലതാണ്. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണക്ഷേത്രത്തിൽ തുളസിമാല ചാർത്തുന്നതും ദോഷശമനത്തിന് ഉത്തമമാണ്. 5ാമതായി ചിങ്ങക്കൂറിലെ മകം നക്ഷത്രക്കാരാണ് വലിയ നേട്ടങ്ങളിലേക്ക് കുതിക്കാൻ പോകുന്നത്. മകം നക്ഷത്രം ചിങ്ങരാശിയിൽ വരുന്നു. ഇതിന്റെ അധിപൻ കേതുവാണ്. സമൂഹത്തിൽ അപമാനിക്കപ്പെടുകയും സാമ്പത്തികമായി പാപ്പരാവുകയും ചെയ്ത മകം നക്ഷത്രക്കാർക്ക് ജൂലൈയിലെ സൂര്യന്റെയും വ്യാഴത്തിന്റെയും രാശിമാറ്റം വഴി നഷ്ടപ്പെട്ട പ്രതാപം തിരികെ ലഭിക്കും. കേതുവിന്റെ ദശാസന്ധിയും ഏഴരശനിയുടെ അവസാന ഘട്ടവും ഇവരെ അത്രത്തോളം പീഡിപ്പിച്ചതിനാലാണ് ഭാഗ്യങ്ങൾ വഴിമാറിപ്പോയത്. മകം നക്ഷത്രക്കാർ പൊതുവെ നേതൃത്വഗുണമുള്ളവരും ആത്മാഭിമാനമുള്ളവരുമാണ്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇവരുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന നിരവധി സങ്കടകരമായ സംഭവങ്ങളുണ്ടായി. കടം തന്നവർ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കുക, വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ കഴിയാതെ ഒളിച്ചു ജീവിക്കേണ്ടി വരിക തുടങ്ങിയ കഠിനമായ അവസ്ഥകൾ ഇവർക്കുണ്ടായി. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പിന്തുണയും ലഭിച്ചില്ല. തന്നെയുമല്ല, മാനസികമായ പീഡനങ്ങളും ഏൽക്കേണ്ടി വന്നു. മക്കളുടെ വഴിപിഴച്ച പോക്കും പഠനത്തിലെ മടിയും ഇവരെ കടുത്ത കണ്ണീരിലാഴ്ത്തി. എന്നാൽ ജൂലൈ മാസം മുതൽ സൂര്യൻ സ്വന്തം രാശിയിലേക്ക് പ്രവേശിക്കുന്നതും വ്യാഴത്തിന്റെ 9ാം ഭാവദൃഷ്ടിയും ഇവരുടെ ഭാഗ്യജാതകം ഉണർത്തും. ബിസിനസ്സിൽ വിപ്ലവാത്മകമായ പുരോഗതിയുണ്ടാകും. പഴയ കടങ്ങളെല്ലാം വീട്ടാൻ സാധിക്കും. ഇവർ ഞായറാഴ്ചകളിൽ സൂര്യഭഗവാന് ജലതർപ്പണം നടത്തുകയും ആദിത്യഹൃദയസ്തോത്രം ജപിക്കുകയും വേണം. കൂടാതെ മാതാപിതാക്കളെ ഭക്തിപൂർവം സംരക്ഷിക്കുന്നത് ഇവരുടെ ഐശ്വര്യം ഇരട്ടിയാക്കും. ശിവക്ഷേത്രത്തിൽ ധാര നടത്തുന്നതും കേതുദോഷം മാറാൻ സഹായിക്കും. 6ാമതായി കന്നിക്കൂറിലെ അത്തം നക്ഷത്രക്കാരുടെ ജീവിതമാണ് ഇനി പൂർണ്ണമായി മാറിമറിയാൻ പോകുന്നത്. അത്തം നക്ഷത്രം കന്നിരാശിയിലാണ് ഉൾപ്പെടുന്നത്. ഇതിന്റെ അധിപൻ ചന്ദ്രനാണ്. കഠിനമായ രോഗദുരിതങ്ങളും കടബാധ്യതകളും ദാമ്പത്യത്തിലെ വിരഹവും അനുഭവിച്ച ഇവർക്ക് ബുധന്റെ ഉച്ചസ്ഥിതിയും വ്യാഴത്തിന്റെ അനുഗ്രഹവും വലിയ ആശ്വാസം നൽകും. അഷ്ടമവ്യാഴത്തിന്റെ ദോഷകരമായ അവസ്ഥയായിരുന്നു ഇവരുടെ പുരോഗതിയെ ഇത്രയും കാലം തടഞ്ഞു നിർത്തിയത്. അത്തം നക്ഷത്രക്കാർ ശാന്തപ്രകൃതക്കാരും കലകളിൽ താൽപ്പര്യമുള്ളവരുമാണ്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇവരുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരുന്നു. വിട്ടുമാറാത്ത ആരോഗ്യപ്രശ്നങ്ങൾ കാരണം വലിയ തുകകൾ ആശുപത്രികളിൽ ചിലവഴിക്കേണ്ടി വന്നു. പണം സമ്പാദിക്കാൻ എത്ര ശ്രമിച്ചിട്ടും അത് കയ്യിൽ നിൽക്കാത്ത അവസ്ഥയായിരുന്നു. കുട്ടികളുടെ പെരുമാറ്റദൂഷ്യം കാരണം അയൽക്കാരുടെ മുന്നിൽ തലതാഴ്ത്തേണ്ടി വന്നിട്ടുണ്ട്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ വേർപിരിഞ്ഞ് താമസിക്കേണ്ട സാഹചര്യം വരെ പലർക്കുമുണ്ടായി. എന്നാൽ ജൂലൈ മാസം മുതൽ അഷ്ടമവ്യാഴത്തിന്റെ ദോഷകാലം അവസാനിക്കുകയും വ്യാഴം 9ാം ഭാവത്തിലേക്ക് മാറുകയും ചെയ്യുന്നതോടെ ഭാഗ്യം പൂർണ്ണമായും തുണയ്ക്കും. വിദേശത്തുനിന്ന് വലിയ ധനാഗമനമുണ്ടാകും. രോഗങ്ങൾ പൂർണ്ണമായി ഭേദപ്പെടും. ഇവർ ബുധനാഴ്ചകളിൽ വിഷ്ണുക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിക്കുകയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുകയും വേണം. ഒപ്പം പച്ചക്കറികളോ പച്ചപ്പയറോ ദാനം ചെയ്യുന്നത് ഉത്തമമാണ്. തിങ്കളാഴ്ചകളിൽ ദേവീക്ഷേത്രത്തിൽ പോയി അർച്ചന നടത്തുന്നതും മനസ്സിന് ശാന്തി നൽകും. 7ാമത്തെ നക്ഷത്രമായി ഈ ഭാഗ്യപ്പട്ടികയിൽ വന്നെത്തുന്നത് തുലാക്കൂറിലെ ചോതി നക്ഷത്രക്കാരാണ്. ചോതി നക്ഷത്രം തുലാരാശിയിൽപ്പെടുന്നു. ഇതിന്റെ അധിപൻ രാഹുവാണ്. സ്വന്തം ബന്ധുക്കളിൽ നിന്നുപോലും ചതിയും വഞ്ചനയും മാത്രം നേരിടേണ്ടി വന്ന ചോതി നക്ഷത്രക്കാർക്ക് ശുക്രന്റെ ശുഭദൃഷ്ടിയും ചന്ദ്രയോഗവും വഴി ബിസിനസ്സിൽ വലിയ പുരോഗതിയും വിദേശത്ത് മികച്ച ജോലിയും ലഭിക്കും. ശനിയുടെ ദോഷസ്ഥാനവും രാഹുവിന്റെ അപഹാരവുമാണ് ഇവരുടെ യോഗങ്ങളെ ഇത്രയും കാലം ഇല്ലാതാക്കിയിരുന്നത്. ചോതി നക്ഷത്രക്കാർ പൊതുവെ നീതിബോധമുള്ളവരും സ്വതന്ത്ര ചിന്താഗതിക്കാരുമാണ്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇവരുടെ നീതിബോധത്തെ മറ്റുള്ളവർ പരിഹസിക്കുകയാണുണ്ടായത്. ബിസിനസ്സിൽ വലിയ ലാഭം പ്രതീക്ഷിച്ച് പണമിറക്കിയെങ്കിലും കൂടെ നിന്ന പങ്കാളികൾ ചതിച്ചതുമൂലം വൻ കടക്കാരനായി മാറേണ്ടി വന്നു. ദാമ്പത്യത്തിൽ പരസ്പര സംശയങ്ങളും വഴക്കുകളും കാരണം ജീവിതം നരകതുല്യമായി മാറി. വീട്ടിൽ വന്നുകയറുന്ന അതിഥികൾ പോലും കൺദൃഷ്ടിവെച്ച് ഇവരുടെ ഐശ്വര്യം കെടുത്തിക്കളഞ്ഞു. മക്കളുടെ വിവാഹാലോചനകൾ പലതും ഒത്തുവന്നതാണെങ്കിലും പണത്തിന്റെ കടുത്ത കുറവുമൂലം അതെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നത് ഇവരെ മാനസികമായി തളർത്തിയിരുന്നു. എന്നാൽ ജൂലൈ മുതൽ ശുക്രന്റെ മാലവ്യയോഗവും വ്യാഴത്തിന്റെ അനുകൂല സ്ഥിതിയും ചോതി നക്ഷത്രക്കാർക്ക് അത്ഭുതകരമായ സാമ്പത്തിക ഉയർച്ച നൽകും. ലോട്ടറി പോലെയുള്ള അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ പോലും ഇവരെ തേടിയെത്താം.
ഇവർ വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മിക്ക് നെയ്വിളക്ക് കത്തിച്ചു പ്രാർത്ഥിക്കുകയും കനകധാരാ സ്തോത്രം ജപിക്കുകയും വേണം. സ്ത്രീകളെ ബഹുമാനിക്കുകയും അവർക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നതുവഴി ഇവരുടെ ശുക്രദശ ഉണരും. രാഹുപ്രീതിക്കായി ദുർഗാദേവിക്ക് കടുംപായസം വഴിപാട് കഴിക്കുന്നതും ഏറെ നല്ലതാണ്. എട്ടാമതായി ധനുക്കൂറിലെ പൂരാടം നക്ഷത്രക്കാരാണ് മധ്യവയസ്സിൽ കോടീശ്വരന്മാരാകാൻ പോകുന്ന മറ്റൊരു ഭാഗ്യശാലികൾ. പൂരാടം നക്ഷത്രം ധനുരാശിയിൽ വരുന്നു. ഇതിന്റെ അധിപൻ ശുക്രനാണ്. ദാമ്പത്യ തകർച്ചയുടെ അരികിൽ നിന്നും മക്കളുടെ മോശം പെരുമാറ്റം കൊണ്ടും ഒട്ടേറെ നൊമ്പരപ്പെട്ട പൂരാടം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ സ്വന്തം രാശിയിലെ മാറ്റങ്ങൾ വഴി കുടുംബത്തിൽ വലിയ സന്തോഷവും കയ്യിൽ ധാരാളം പണവും വന്നുചേരും. ഏഴരശനിയുടെ ദീർഘകാലത്തെ കഠിനമായ ദുരിതമാണ് ഇവരുടെ ജീവിതത്തെ ഇത്രയും കാലം ഇരുട്ടിലാഴ്ത്തിയിരുന്നത്. പൂരാടം നക്ഷത്രക്കാർ ആഡംബരപ്രിയരും ധൈര്യശാലികളുമാണ്. എന്നാൽ ശനിയുടെ ദോഷം കാരണം ഇവർക്ക് സ്വന്തം അന്തസ്സ് നിലനിർത്താൻ പോലും കഴിഞ്ഞിരുന്നില്ല. നിസ്സാര കാര്യങ്ങൾക്കു വേണ്ടിപ്പോലും മറ്റുള്ളവരോട് കൈനീട്ടി കടം ചോദിക്കേണ്ടി വന്നു. മക്കൾ ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെടുകയും പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തത് ഇവരെ നെഞ്ചുപൊട്ടുന്ന സങ്കടത്തിലാഴ്ത്തി. ഭർത്താവും ഭാര്യയും തമ്മിൽ സംസാരിച്ചാൽ അത് വലിയ വഴക്കിലാണ് അവസാനിച്ചിരുന്നത്. എന്നാൽ ജൂലൈ മാസം മുതൽ ശനിയുടെ ദോഷം പൂർണ്ണമായി മാറുകയും വ്യാഴത്തിന്റെ അമൃതവർഷം ആരംഭിക്കുകയും ചെയ്യുന്നതോടെ നിങ്ങളുടെ ജീവിതം സ്വർഗ്ഗതുല്യമാകും. ബിസിനസ്സിൽ വിചാരിക്കാത്ത അത്ര വലിയ ലാഭം കൊയ്യാനും പുതിയ ശാഖകൾ തുടങ്ങാനും സാധിക്കും. പഴയ കടങ്ങളെല്ലാം ഒറ്റത്തവണയായി തീർക്കാൻ കഴിയും. ഇവർ വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിനും ഗുരുവായൂരപ്പനും പാൽപ്പായസ വഴിപാട് നടത്തുകയും പുരുഷസൂക്തം ജപിക്കുകയും വേണം. ആലംബഹീനരായവർക്ക് അന്നദാനം നടത്തുന്നതുവഴി ഇവരുടെ സർവ്വദോഷങ്ങളും വിട്ടകലുന്നതാണ്. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതും സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാകും. ഒൻപതാമതായും അവസാനമായും ഈ മഹാസൗഭാഗ്യം അനുഭവിക്കാൻ പോകുന്നത് മീനക്കൂറിലെ ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ഉത്രട്ടാതി നക്ഷത്രം മീനരാശിയിൽപ്പെടുന്നു. ഇതിന്റെ അധിപൻ ശനിയാണ്. എടുത്ത തീരുമാനങ്ങളെല്ലാം തെറ്റാവുകയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം മുഴുവൻ നഷ്ടപ്പെടുകയും ചെയ്ത ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസം മുതൽ ശനിയുടെ ശമനവും വ്യാഴത്തിന്റെ പരമമായ അനുഗ്രഹവും വഴി വലിയ ധനയോഗമുണ്ടാകും. ജന്മരാശിയിൽ ശനി നിന്നതും അഷ്ടമരാശിയിലെ ഗ്രഹപ്പിഴകളുമാണ് ഇവരെ ഇത്രയും കാലം വലിയ യോഗങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നത്. ഉത്രട്ടാതി നക്ഷത്രക്കാർ ഈശ്വരവിശ്വാസികളും ദയയുള്ളവരുമാണ്. എന്നാൽ ഇവരുടെ ആത്മാർത്ഥതയെ ഈ ലോകം ഒട്ടും വിലമതിച്ചില്ല. സ്വന്തം കുടുംബക്കാർ പോലും ഇവരെ ശത്രുവായി കണ്ടു. പണത്തിന് കടുത്ത ബുദ്ധിമുട്ടനുഭവിച്ചപ്പോൾ ചോരബന്ധങ്ങളായ സ്വന്തം സഹോദരങ്ങൾ പോലും തിരിഞ്ഞുനോക്കിയില്ല എന്നതായിരുന്നു വലിയ സങ്കടം. മക്കളുടെ വിവാഹം നീണ്ടുപോയതും അവരുടെ കരിയറിലെ പരാജയങ്ങളും ഇവരെ നിരന്തരം സങ്കടക്കടലിലാഴ്ത്തി. ദാമ്പത്യ ജീവിതത്തിൽ സമാധാനം എന്നത് ഇവർക്ക് എന്നും അന്യമായിരുന്നു. എന്നാൽ ജൂലൈയിലെ ഗ്രഹമാറ്റം വ്യാഴത്തിന്റെ കേന്ദ്രസ്ഥാനം വഴി ഗജകേസരിയോഗത്തിന്റെ പൂർണ്ണഫലം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് നൽകും. ഭൂമി ഇടപാടുകളിൽ നിന്ന് വലിയ ലാഭമുണ്ടാകും. വിദേശത്ത് സ്ഥിരതാമസത്തിനുള്ള വലിയ അവസരം ലഭിക്കും. ഇവർ ദിവസവും ഹനുമാൻ ചാലീസ ജപിക്കുകയും ശനിയാഴ്ചകളിൽ എള്ളുവിളക്ക് കത്തിക്കുകയും വേണം. അതോടൊപ്പം പക്ഷികൾക്കും മൃഗങ്ങൾക്കും ആഹാരവും വെള്ളവും നൽകുന്നത് ഇവരുടെ വഴിയിലെ തടസ്സങ്ങളെല്ലാം നീക്കി ജീവിതം സർവ്വ ഐശ്വര്യപൂർണമാക്കാൻ സഹായിക്കും. വ്യാഴാഴ്ചകളിൽ ദക്ഷിണാമൂർത്തിക്ക് മഞ്ഞപ്പൂക്കൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ്. ഈ പറഞ്ഞ 9 നക്ഷത്രക്കാരുടെയും ജീവിതം ഇനി പ്രകാശപൂരിതമാകാൻ പോവുകയാണ്. ജ്യോതിഷം എന്നത് കേവലം ഒരു പ്രവചനം മാത്രമല്ല, മറിച്ച് നമ്മുടെ കർമ്മങ്ങളെ ശരിയായ ദിശയിൽ നയിക്കാനുള്ള വലിയൊരു വഴികാട്ടിയാണ്. കഴിഞ്ഞകാല ദുരിതങ്ങൾ നിങ്ങളുടെ മുൻജന്മ കർമ്മങ്ങളുടെ ഫലമായിരുന്നു എന്ന് മനസ്സിലാക്കി ഇനിയുള്ള കാലം ഈശ്വരവിശ്വാസത്തോടെയും സൽക്കർമ്മങ്ങളോടെയും മുന്നോട്ടു പോയാൽ ഈ വരുന്ന ജൂലൈ മാസം മുതൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സമാനതകളില്ലാത്ത വിജയവും സമ്പത്തുമായിരിക്കും. ഗജകേസരിയോഗത്തിന്റെ പിൻബലമുള്ളതിനാൽ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള ആർജവം കൈവരികയും ചെയ്യും. ഈശ്വരപ്രാർത്ഥനയും കഠിനാധ്വാനവും കൈവിടാതെ മുന്നോട്ടു പോവുക. ജഗദീശ്വരൻ നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.